ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കുവൈറ്റിൽ സമ്മറാണ്, നല്ല ചൂടാണ്. ഏകദേശം ഒരു 48 ഡിഗ്രി 50 ഡിഗ്രിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജൂണല്ലേ, ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇനി നിന്ന് കത്തും. ഇപ്പോൾ മോർണിംഗ് ആണ്, ഒരു 8:30 മണിയായിട്ടുള്ളൂ. നൈസായിട്ടൊരു വീഡിയോ എടുക്കാം. പിന്നെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കുറേ നാളായി ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൂരി കഴിച്ചിട്ട് കുറേ നാളായി. ഒരു പൂരി കഴിക്കാനുള്ള ഒരാഗ്രഹം. അങ്ങനെ പൂരിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ നിങ്ങൾ അറിഞ്ഞു കാണും, ഇവിടെ ഒരു എക്സിറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പേപ്പർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുവൈറ്റിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. സോ അതിൻ്റെ വിശദാംശങ്ങളും അതെങ്ങനെ നമുക്ക് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒട്ടും വൈകിയാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ എന്താണ് പുതിയ നിയമം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത് നമ്മൾ സൗദിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റീ എൻട്രി വിസ അല്ലെങ്കിൽ റീ എൻട്രി പെർമിറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഒരു പെർമിറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സൗദി പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. ഇപ്പോൾ കുവൈറ്റിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന റൂൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൊക്കെ പാസ്പോർട്ട് ഞങ്ങൾക്ക് ഉള്ളതാണ്, അപ്പോൾ എപ്പോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ പോവാം. എമർജൻസി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിർത്തിപ്പോകണമെന്നുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും നിർത്തിപ്പോവാം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ കമ്പനിയിൽ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ ഏതാണോ നിങ്ങൾ കൊണ്ടുവന്നത് കമ്പനി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ നോട്ടിഫൈ ചെയ്യേണ്ടി വരും. സോ നോട്ടിഫൈ ആയതിനു ശേഷം അവർ അപ്രൂവ് തന്നാലാണ് നമുക്ക് ഈ കൺട്രി വിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇപ്പോൾ നമ്മളെങ്ങനെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് കയറി പോകണം, അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിലാണ് നമുക്കിത് പ്രശ്നം വരാം. ഇനി അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് നിർത്തിപ്പോകണം, അപ്പോൾ നമുക്കത് അവർ റിലീസ് തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നമുക്കത് കാണിക്കേണ്ടി വരും, ആ ഒരു എക്സിറ്റ് പേപ്പർ കാണിക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിൽ വരാനുള്ളത്. നമുക്ക് എന്തായാലും കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളുടെ കുമാരൻ പിള്ളയിൽ നിന്ന് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയുണ്ടോ, ഞാൻ എന്തായാലും അവിടെ നിന്ന് അടിപൊളി പൂരി കിട്ടും. 350 ഫിൽസേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്കുള്ള കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഒഫീഷ്യലോ അല്ലെങ്കിൽ 17 വിസയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ല കേട്ടോ. സോ ഇതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ട്, നമ്മുടെ സഹേൽ ആപ്പ് വഴി നമുക്ക് സിമ്പിളായിട്ട് ഇത് അപ്ലൈ ആവുന്നേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലീവ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ലീവ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സഹേൽ ആപ്പ് എടുക്കുക. അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് വെർഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ സഹേൽ ആപ്പിലേക്ക് കയറിയിട്ട്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വീഡിയോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പല യൂട്യൂബേഴ്സൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. സിമ്പിളാണ്, നമ്മൾ സാധാരണ സഹേൽ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് 2 ആഴ്ച 3 ആഴ്ച മുന്നേ ജസ്റ്റ് നിങ്ങൾ എന്നാണ് പോകുന്നത്, പിന്നെ നിങ്ങൾ എന്നാണ് തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം അതിൽ കൊടുക്കുക. അതിനുശേഷം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് നോട്ടിഫൈ ചെയ്യും. സഹാൽ ആപ്പ് നമ്മളുടെ എംപ്ലോയറെ നോട്ടിഫൈ ചെയ്യും. എംപ്ലോയർ നമുക്ക് ലീവ് അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ് ആക്കും. സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നമുക്കിഷ്ടത്തിനനുസരിച്ചില്ലെങ്കിൽ നമുക്ക് പോകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എംപ്ലോയർ എങ്ങാനും ഈ ഡേറ്റിൽ നമുക്ക് തന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമായി മാറും. അപ്പോൾ ഇപ്പോൾ എംപ്ലോയർക്ക് ഭയങ്കര പവർ കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഈ റൂൾ അനുസരിച്ചിട്ട്. സോ നമ്മളെന്തായാലും ലീവ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലീവ് തന്നില്ല അല്ലെങ്കിൽ ലീവ് തന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്കത് കൂടുതൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാനും കേസിന് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിയമം വന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും എംപ്ലോയേഴ്സിന് തന്നെയാണ്, നമ്മൾ എംപ്ലോയിക്കല്ല. എംപ്ലോയിക്ക് എപ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് എന്തായാലും അറിയില്ല. അപ്പം എന്തായാലും സോഫാർ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സിറ്റ് പെർമിറ്റ് വേണം, ഇത് സഹേൽ ആപ്പ് വഴിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ജൂലൈ 1 ശേഷം നമുക്കൊരു വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. ഇനിയിപ്പോൾ നിർത്തിപ്പോകുന്നവർക്ക്, എമർജൻസി പോകുന്നവർക്കൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ അവർ പറയുന്ന ഒരു ഒഫീഷ്യൽസും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചറിയുന്ന കാര്യമൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു
1 വീക്ക് കൊണ്ടൊക്കെ അപ്രൂവൽ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരുപാട് പേര് ഇങ്ങനെ ലീവിന് പോകുന്നുണ്ടാവും, ഒരുപാട് കമ്പനിയിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ടിക്കറ്റ് വഴി നമുക്ക് ആ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കിനി വരാൻ കിടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മളൊരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1 മന്ത് മുന്നേ തന്നെ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ 3 വീക്സ് മുന്നേ കൊടുക്കുക. എന്തായാലും ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് മുന്നേ ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും അപ്രൂവൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും, നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടും. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ജൂലൈ 1 മുതൽ കുവൈറ്റിൽ വരുന്ന പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇനി പുതിയതായി കുവൈറ്റിലേക്ക് വരുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, കുവൈറ്റിലുണ്ടായിരുന്നൊരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ എക്സിറ്റ് പേപ്പർ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കണ്ട എന്നുള്ളത്. സാധാരണ നോർമലി UAE പോലെ നമുക്ക് ചുമ്മാ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും ടിക്കറ്റൊക്കെ എടുത്ത് പോകാമായിരുന്നു. ഇപ്പോൾ സൗദിയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സൗദിയിൽ നമുക്ക് റീ എൻട്രി വിസ വേണം. കാരണം ഇപ്പോൾ ലീവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഡേയ്സും കൂടി തിരിച്ച് വരും. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസയാണ് റീ എൻട്രി വിസ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് സൗദിയിൽ വേണമായിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഇത്. വിസ അല്ല, ബട്ട് വിസ നമ്മുടെ സിവിൽ ID തന്നെയാണ്. പക്ഷേ നമ്മളൊരു പെർമിഷൻ എടുക്കുന്നു എന്ന് മാത്രമാണ്. ഏകദേശം ഒരു വേ ഓഫ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ. സോ നല്ലൊരു എന്താ പറയുക, നല്ലതാണോ, നമുക്ക് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ബാഡ് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ നിയമമൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ചതിച്ചു പോകുന്നുണ്ട്. പിന്നെ അവർ ഇത്രയും ലക്ഷങ്ങൾ രൂപയൊക്കെ മുടക്കിയിട്ടായിരിക്കും നമുക്ക് വിസയൊക്കെ തന്ന് അവർ ഇവിടെ കൊണ്ടുവരുന്നത്. ഒരുപാട് പേര് ഇതുപോലെ തന്നെ വേറെ കൺട്രീസിൽ ജമ്പ് ചെയ്ത് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിർത്തിപ്പോവുക, 3 മന്ത്സ് കഴിഞ്ഞ് 4 മന്ത്സ് കഴിഞ്ഞ് നിർത്തിപ്പോവുക. അപ്പോൾ അവർക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. സോ ഇത് എത്ര കാലത്തോളം ഇനി ഈ നിയമം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. നമുക്കെന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ എന്തായാലും പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു അഗെയിൻ. സോ ടേക്ക് കെയർ, ബൈ ബൈ.